ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ RC കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ചാണ് പീരിയോഡിക് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി. അപ്പോൾ നമ്മൾ ഇന്ന് പീരിയോഡിക് സർവീസ്, കൂളിംഗ് ചേഞ്ച്, അങ്ങനെ അല്ലറ ചില പരിപാടികളുണ്ട്. അതെല്ലാം ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ്സിലാണ്. ഓഫ് റോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് വഴയിലാണ് ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ സർവീസ് കാര്യങ്ങൾ, എല്ലാ ടൈപ്പ് ബൈക്സിൻ്റെ സർവീസ് കാര്യങ്ങൾ, അക്സസറീസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അകത്തോട്ട് വരാം. ഇത് നമുക്ക് നോർമലി പീരിയോഡിക് സർവീസ് ചെയ്യണം. ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം. പിന്നെ സ്പാർക്ക് പ്ലഗ് കഴിഞ്ഞാൽ ഞാൻ മാറിയില്ല. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് മാറണം. പിന്നെ നമുക്ക് മൊത്തത്തിൽ ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇലക്ട്രിക് ഇഷ്യൂ കാര്യങ്ങൾ, കാരണം കുറച്ച് നാളായി എടുക്കാതിരിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ത്രോട്ടിൽ ബോഡി 37,000 കിലോമീറ്റർ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ വേറെ മെയിനായിട്ട് ഇഷ്യൂ ഒന്നുമില്ല. ഫുള്ളൊന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ. ശരി. മാറുന്നത് നോർമൽ പീരിയോഡിക്കലി വരുന്ന ഫിൽറ്റർ ഐറ്റംസ്, സ്പാർക്ക് പ്ലഗ് നമ്മൾ സ്റ്റോക്ക് തന്നെയാണ് മാറുന്നത്. പിന്നെ നമ്മുടെ ഓയിൽ വന്നിട്ട് മോട്യൂണിൻ്റെ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് 7100 20W50 എന്ന് പറയുന്ന മോട്യൂണിൻ്റെ 1.5 ലിറ്ററിൻ്റെ തന്നെയാണ് മാറുന്നത്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ലിക്വിമേളിയുടെ എൻജിൻ ഫ്ലഷ്. ഞാൻ ഇതുവരെയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല, അതും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചും കൂടി നമ്മളിത് ഉപയോഗിക്കുമ്പോൾ എന്താണ് മെയിൻ അഡ്വാൻറ്റേജസ്? എഞ്ചിനകത്തുള്ള എല്ലാം കാർബണും എല്ലാം അഴുക്കും. നമ്മൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വന്നു. പഴയ ഓയിലും എല്ലാം അഴുക്കും എല്ലാം ഉണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. കേസ് അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ത്രോട്ടിൽ ബോഡി എന്ന് പറയുമ്പോൾ ഒരു 30,000 നമുക്ക് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. 30,000 ഒക്കെ ഓടുമ്പോൾ ക്ലീൻ ചെയ്താൽ കുറച്ചുകൂടി ഒരു പെർഫോമൻസ്, ഒരു ഫ്രീ ഫ്ലോ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എയർ ഫിൽറ്റർ ചെയ്ത് വരുന്ന കുറച്ച് ഡസ്റ്റൊക്കെ നമ്മളെ ഈ ഒരു പോർഷനിൽ അടിഞ്ഞിരിക്കും. അതേപോലെ കഴിഞ്ഞ സർവീസിൽ ഞാൻ സ്പാർക്ക് പ്ലഗ് മാറിയിട്ടില്ല, അപ്പോൾ അതും ഇപ്പോൾ മാറുന്നുണ്ട്. ഇതാണ് പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം. ഇത് പുതിയത്, ഇത് പഴയത്. അപ്പം എല്ലാ സർവീസിനും മാറണമെന്നില്ല, ഒന്നിട വിട്ട് മാറിയാൽ മതി. അഴുക്കാണിത്. നമ്മൾ എന്ത് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്? അതിന് വേണ്ടി തന്നെ ഉണ്ട്. അല്ലാതെ പെട്രോൾ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നല്ല രീതിയിലുള്ള കറക്റ്റ് ക്ലീൻ ചെയ്യേണ്ട ഒരു ടൈമിംഗ് ആയിരുന്നു. അടുത്ത് തിരിച്ച് ഫിക്സ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾ മാക്സിമം ആദ്യത്തെ സർവീസൊക്കെ ഷോറൂമിൽ ചെയ്തിട്ട് പിന്നുള്ളത് ഇതേപോലുള്ളൊരു ഷോപ്പിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ടും ചിലവ് വരത്തില്ല, എന്നാൽ നല്ല നീറ്റായിട്ട് നമുക്ക് പണിയിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. ഇതാണ് പഴയ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഇതാണ് പഴയ എയർ ഫിൽറ്റർ, ഇത് പുതിയ എയർ ഫിൽറ്റർ. അത് നമ്മളെ റൈഡിങ് കണ്ടീഷൻ പോലെ ഇരിക്കുമല്ലേ. അപ്പം വലിയ പൊടിയില്ലാത്തടത്തൊക്കെ ഓട്ടിക്കണവരാണെങ്കിൽ ഇപ്പം ക്ലീൻ ചെയ്തിട്ടാലും മതി.
പിന്നെ ഈ ആൾക്കാർ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി പിന്നെ ഫ്രീ ഫ്ലോ യൂസ് ചെയ്യുന്നുണ്ട്. K&N അത് മൈലേജ് വ്യത്യാസം വരും. മൈലേജ് വ്യത്യാസം വരെ എഞ്ചിനെയും ബാധിക്കുമെന്നാണ് പറയുന്നത് ലോങ് ടൈമിൽ. നമ്മൾ ഷൂട്ടർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഇവിടെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഷൂട്ടർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഓയിലാണ്. അപ്പോൾ അതിൻ്റെ കട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറിയ രീതിയിൽ ഡ്രോപ്പ് വീഴാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷൂട്ടർ യൂസ് ചെയ്തതിന് ശേഷം വെള്ളം പോലെ തന്നെ ഓയിൽ വീഴുകയാണ്. അപ്പം മാക്സിമം അതിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങ് പോരും. നമുക്ക് എല്ലാ സർവീസിനും ചെയ്യണമെന്നില്ല, ഓരോ സർവീസ് ഇടവിട്ട് ഈ പറഞ്ഞ പോലെ ഓയിലിൽ ഷൂട്ടർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് എനിക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ടർ യൂസ് ചെയ്യുന്നത്. ലിക്വിമോളിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ പല 3M ഒക്കെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ലിക്വിമോളിയാണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതെ, ഇതിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തതാണ്. എല്ലാവരും യൂസ് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ലൂസ് ആയതുകൊണ്ട് ആ സ്ലഡ്ജും കാര്യങ്ങളെല്ലാം ഇങ്ങ് ഡ്രെയിനായി പൊക്കിയോളും, എഞ്ചിൻ്റെ അകം ഒന്ന് നീറ്റാവും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ബോട്ടിൽ ആ ഒരു ക്വാണ്ടിറ്റി മതി. അതായത് 1 ലിറ്ററിന് ഇത്ര 80 മില്ലി ഉണ്ടാവും. 1 ലിറ്ററിന് 80 മില്ലി എന്നുള്ള ഒരു കണക്കിൽ ഇപ്പോൾ 1.5ക്ക് ആ ഒരു ഫുൾ ബോട്ടിൽ ഫുൾ ഒഴിക്കാം. ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ നല്ല രീതിയിൽ അത് മിക്സ് ആവുള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യേണ്ടത്. അടുത്ത് നമ്മളുടെ ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ നമുക്കിപ്പോൾ KTMൻ്റെ NSൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. അപ്പം നമ്മൾ 7100 മോട്ടോർ റെക്കമെൻഡഡ് സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലത് റെക്കമെൻഡഡ് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ലൈഫ് തുടങ്ങണമെങ്കിൽ അക്കൗണ്ട് ഓയിൽ ഒഴിക്കുന്നതല്ലേ. ഞാൻ ഇതുവരെ മോട്ടോറിൻ്റെ ഈ സെയിം സാധനം തന്നെയാണ് ഇത്രയും നാളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കറക്റ്റ് ഫുൾ ഒഴിക്കുകയല്ല, 1.5 ആണെങ്കിൽ ഒരു ചെറുതും കൂടെ വാങ്ങിച്ചു വെച്ചാൽ വല്ലപ്പോഴും ടോപ്പ് അപ്പ് ചെയ്യും. കാരണം നമ്മൾ കണ്ടിന്യൂസ് മോട്ടോറിൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഒരു 100-150 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ ഓയിൽ ലെവൽ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഓവർ കെയർ ചെയ്ത് തന്നെ ചുമ്മാ പൈസ ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല. കമ്പനി അതെല്ലാം നോക്കിയിട്ടേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കറക്റ്റ് കിലോമീറ്ററിൽ സർവീസ് ചെയ്യുക, കറക്റ്റ് ടൈം പീരീഡിൽ സർവീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്യൂൽ ഫിൽറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഗുലേറ്റർ ആയിരുന്നു ഇതിന് മുന്നേ കംപ്ലൈൻറ്റ് വന്നത്. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ അടുത്ത് ആദ്യം സ്റ്റാർട്ടർ കോയിൽ കംപ്ലൈൻറ്റ് എന്നാണ് അവർ പറഞ്ഞത്, ഞാൻ ലോക്കലി ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം സ്റ്റാർട്ടർ കോയിലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററിയും പോകാൻ ചാൻസ് ഉണ്ട്, റെഗുലേറ്ററും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്നാമത് റെഗുലേറ്റർ കിട്ടാൻ പാടാണ്. നമ്മളെ കൊല്ലത്തുനിന്ന് ആറ്റിങ്ങിൽ വരുത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അത്. ആറ്റിങ്ങൽ KTMൻ്റെ അടുത്ത് വേണം താങ്ക്സ് പറയാൻ. അവർ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് തന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. കാരണം ഇതിന് തന്നെ 1800 സംതിങ് 2000 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. ബാറ്ററി 2000 രൂപ വില വരുന്നുണ്ട്. അപ്പം സ്റ്റാർട്ടർ കോയിലിൽ നിന്ന് കറണ്ട് വരുന്നത് കറക്റ്റ് ആണോ, ഇലക്ട്രിക് സൈഡ് കറണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അതാണ് ഇനി അടുത്തുള്ളത്. സ്റ്റാർട്ടർ കോയിൽ പക്കയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് പക്കയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം നമുക്കന്ന് സ്റ്റാർട്ടർ കോയിലല്ല, ഈ റെഗുലേറ്ററാണ് അന്ന് കംപ്ലൈൻറ്റ്, അതിൻ്റെ പ്രശ്നം വരുന്നതായിരിക്കും. അപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. റെഗുലേറ്ററും വെച്ചതിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, വേറെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഇഷ്യൂ ഒന്നുമില്ലല്ലോ, കറക്റ്റ് ചാർജ് ആവുന്നുണ്ട്.
ഓക്കെ 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 12 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 14. ഓക്കെ ഓക്കെ. മാറാൻ ടൈമായി. അതാണ് ഒരു ലൈറ്റ് കളറായത്. ഒഴിക്കുന്ന സമയത്ത് ഡാർക്ക് കളറല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടോറിൻ്റെയാണ്. 1 ലിറ്റർ അല്ലേ? I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a RC സർവീസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടി. അടിപൊളി സർവീസായിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഓയിൽ, ഫിൽറ്റർ, അത് ഇത് എല്ലാ പരിപാടിയും. അപ്പോൾ നമ്മൾ ഓഫ് റോഡ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ കയ്യിൽ ഒരുപാട് സർവീസസ് ഉണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. നല്ല സ്മൂത്തായി കേട്ടോ വണ്ടി. നല്ല സ്മൂത്തായി വണ്ടി. നമ്മൾ പീരിയോഡിക്കലി മാറുന്നതിന് അഡീഷണലായിട്ട് ചെയ്തത് കൂളൻ്റ് മാറി. കൂളൻ്റ് മാറാനുള്ള ടൈം ആയതുകൊണ്ടാണ് മാറിയത്. പിന്നെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബ്ലീഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഇഷ്യൂ അല്ല. നമ്മളതിൻ്റെ അകത്തൊരു സിലിണ്ടർ ഒരു സാധനം വരും, ഒരു ചെറിയ. അപ്പോൾ അത് പോയതുകൊണ്ടാണ് നമുക്ക് ബ്രേക്കിൽ നിന്നാണ്ട് ഇത്രയും പ്ലേ അടക്കുന്നത്. വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇനിയിപ്പം വീട്ടിൽ പോവാം. പിന്നെ കിറ്റൊക്കെ ഇളക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മളെ കാറിൻ്റെ ബോണറ്റിൻ്റെ അകം പോലെയാണ് ഇതിൻ്റെ അകം. ഫുള്ള് പൊടിയും ചെളിയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് അവർ തന്നെ ക്ലീൻ ചെയ്ത്. നല്ല സർവീസാണ്. നല്ല പണി അറിയാമെന്നുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ ഈ വർക്ക്ഷോപ്പ് പോലുള്ള, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ളവർ ഈ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ പെയിൻറ്റ് ജോബിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ വർക്ക് അവർ ചെയ്യുന്ന കണ്ട് ഒരു വട്ടം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കറക്റ്റ് അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡോക്ടറിൻ്റെ അടുത്തേ പോവുള്ളൂ. ആ ഒരു ഫീലാണ് എനിക്ക്. ചില വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനേ തോന്നത്തില്ല. അതേപോലെയാണ്. അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഇതെല്ലാം ഉണ്ട്. അതേപോലെ നമുക്ക് അലയുണ്ട്. അതാണ് മെയിൻ. നമുക്ക് എല്ലാ പരിപാടിയും അവിടെ തന്നെ ഉണ്ട്. A to Z സാധനങ്ങൾ. ഇപ്പോൾ ആക്സസറീസ് ടപ്പന വേണമെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. പെയിൻറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നാൽ പോലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാനുള്ള സെറ്റപ്പ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പോയത്. പിന്നെ ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ സർവീസ് വീഡിയോ ഒക്കെ ഇട്ടപ്പം എന്നോട് ചോദിച്ചായിരുന്നു സർവീസ് ചെയ്തു കൊടുക്കുമെന്നൊക്കെ. എൻ്റെ പ്രൊഫഷൻ അതല്ല. ഞാൻ പിന്നെ എൻ്റെ സ്വന്തം വണ്ടിയായതുകൊണ്ട് ഞാൻ ഫ്രീ ടൈമിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇനി ചോദിക്കുന്നവർക്കൊരു ആൻസറും കൂടിയാണ് ഈ വീഡിയോ. നമുക്ക് ഓഫ് റോഡ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവർക്ക്, കൊല്ലത്തുള്ളവർക്കും വന്ന് വണ്ടി കൊടുക്കാം. ഇപ്പോൾ പീരിയോഡിക് സർവീസൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ ക്ലിയർ ചെയ്ത് വിട്ടോളും. അല്ല വലിയ മേജർ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. നേരത്തെ അവരെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നാൽ അവർ അതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തോളും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വണ്ടി എന്തായാലും ബാക്ക് ഓൺ ഫയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പം വേറെ ഒന്നുമില്ല. സ്റ്റേ ട്യൂൺഡ് ബൈ. ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ.